അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അമ്മ. സത്യം പറയാലോ, അമ്മയെ കുറിച്ച് എനിക്ക് ഒരു ചുക്കും അറിയത്തില്ല. മലയാളം സിനിമയിലെ താരസംഘടനകളുടെ ഒരു അസോസിയേഷൻ ആണെന്നല്ലാതെ അതിൽ കൂടുതലായിട്ട് എനിക്ക് ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നെക്കാൾ കൂടുതലായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ. അപ്പോ എനിക്ക് നിങ്ങൾ അത്രയും അറിയില്ല. അപ്പൊ അറിയുന്ന ആൾക്കാരെല്ലാം കമന്റ് ചെയ്യൂ. അതിൽ കൂടുതലായിട്ട് എനിക്ക് ഒന്നും അറിയില്ല മക്കളെ. നമുക്ക് ബാക്കി ഭാഗങ്ങളെല്ലാം ക്ലിപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും ക്ലിപ്പ് കണ്ടോളൂ. അമ്മയിലെ പൊട്ടിത്തെറിക്ക് മാധ്യമങ്ങളെ പഴിചാരി ലക്ഷ്മിപ്രിയ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ലക്ഷ്മിപ്രിയയുടെ ഒരു വീഡിയോ കണ്ടു നോക്കാം. ഞാൻ പ്രാഥമിക അംഗത്തൊരു ആളുകൾ ഇതിലൊരു ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നു. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഒരു സൈഡ് പറയുന്ന നറേഷനുകൾ മാത്രം വിശ്വസിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ലക്ഷ്മി ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? അതിന് മാധ്യമങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. കാരണം ഇന്നലെ ഞാൻ എഴുതിയ 93 യൂട്യൂബ് വീഡിയോകൾക്കെതിരെയും മലയാള സിനിമയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സ്, മലയാള സിനിമയിൽ ഒരു കാലത്ത് സംവിധായകരെന്നൊക്കെ അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സിനെതിരെയും ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. ഫുൾ പോസ്റ്റ് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാണ്ട് നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഇത്തരം ഗൂഢാലോചനകൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് പിന്നിൽ ഈ നാട്ടിലെ മെയിൻ മീഡിയാസ് ഞങ്ങളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് പോലും നിങ്ങൾ അതിൽ ഉത്തരവാദികളാണ് എന്നത് ഞാൻ പറയുന്നു. ഓഗസ്റ്റ് 15-ാം തീയതി അധികാരത്തിലേറിയ കമ്മിറ്റിയുടെ ഇന്നലെ മുതലുള്ള ബില്ലുകൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റും. ഈ സംഘടനയ്ക്ക് അങ്ങനെ ഒരാൾക്കും ഏത് കമ്മിറ്റി വന്നാലും അവർക്ക് അങ്ങനെ സാമ്പത്തിക തട്ടിപ്പോ ക്രമക്കേടുകളോ ഒന്നും നടത്താനായിട്ട് പറ്റില്ല. ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് ബുക്ക് പുറത്തേക്ക് വിടാൻ പറ്റാതിരുന്നത് പോലും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തെ റിപ്പോർട്ട്സ് ഞങ്ങൾക്ക് പൂർണ്ണമാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞ ഭരണസമിതിക്കാണ്, അല്ലാതെ ഞങ്ങൾക്കല്ല. ഓഗസ്റ്റ് 10 മുതൽ ഇതുവരെയുള്ള എത്ര ചെറിയ മാസങ്ങളേ ഉള്ളൂ. ഈ മാസത്തെ കണക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സംഘടനയെ വളരെ മോശപ്പെടുത്തുന്ന ചർച്ച തീർച്ചയായും ഇത് പരിഹരിക്കുന്നതിൽ നേതൃത്വത്തിന് ഒരു പരാജയം സംഭവിച്ചു. ഇല്ല, വ്യക്തിപരമായ പ്രശ്നങ്ങളും സംഘടനാപരമായ പ്രശ്നങ്ങളും രണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി ആദ്യം ഉണ്ടാവണം. വ്യക്തിപരമായ പ്രശ്നത്തെ വ്യക്തിപരമായിട്ടും സംഘടനാപരമായ പ്രശ്നത്തെ അങ്ങനെ കാണാനും കഴിയാത്തിടത്തോളം കാലം ഇനി ഏത് കമ്മിറ്റി വന്നാലും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ തർക്കങ്ങൾ ഇന്നത്തെ ചർച്ച സംഘടിതമായ ഒരു ചർച്ചയാണ്, ആസൂത്രിതമായ ഒരു ചർച്ചയാണെന്ന് ലക്ഷ്മി സംശയിക്കുന്നുണ്ടോ? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവര് മുൻകൂട്ടി ഒരു അജണ്ടയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരും ഞങ്ങളുമേ ഇന്നുണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ ഞങ്ങളും അവർ എന്ന് പറയുന്നത് ബാക്കി മുഴുവൻ ബോഡിയും. അതായത് മുൻപ് വിട്ടുപോയ ആളുകൾക്ക് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്തതിലേക്ക് പോകുന്നത്? ബാബുരാജിന്റെയും ഇടവേള ബാബുവിന്റെ പേര് ചേച്ചിയുടെ വേർഷനാണ്. എനിക്ക് അങ്ങനെയൊന്നും പറയാനില്ല. അപ്പൊ ലക്ഷ്മിപ്രിയയുടെ സംസാരത്തിൽ നിന്ന് 2 കാര്യങ്ങളാണ് മനസ്സിലായത്. വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളും. സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായതും ഈ അസോസിയേഷനകത്ത് കുറച്ച് ഫിനാൻഷ്യലി അഥവാ സാമ്പത്തികപരമായിട്ട് കുറച്ച് റിപ്പോർട്ടിനകത്തൊക്കെ എന്തൊക്കെ കുറച്ച് ക്രമക്കേടുകൾ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ നമുക്ക് സംഘടനാപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് കാണാനിടയായി. അമ്മ അസോസിയേഷന്റെ ട്രഷററായ ഉണ്ണി ശിവപാലിന്റെ അയാളുടെ ഒരു വീഡിയോ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. നമുക്കെല്ലാം അറിയാം, ഒരുപാട് കാര്യങ്ങളും പല വാദങ്ങളും വീരവാദങ്ങളൊക്കെ സമൂഹത്തിൽ അമ്മയ്ക്ക് ദോഷമായ രീതിയിൽ സംസാരിച്ചു പലരും. പക്ഷേ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് കഴിഞ്ഞ 1.5 മാസമായി ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, അമ്മയിലെ എന്നെ ഇഷ്ടപ്പെടുന്ന ചില മെമ്പേഴ്സ് അവരെല്ലാം കാത്തുനിന്ന ദിവസമാണ് ഈ 21-ാം തീയതി എന്ന നമ്മുടെ ആനുവൽ ജനറൽ ബോഡി. അതുവരെ ഞാൻ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞു. ആ വാക്ക് ദൈവാധനം കൊണ്ട് എത്ര പ്രശ്നം ഉണ്ടായാലും എത്ര ഇല്ലാ കഥകൾ മെനഞ്ഞെടുത്താലും എനിക്ക് കാത്തു നിൽക്കാൻ പറ്റിയെന്നതിൽ സർവേശ്വരനോട് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ വരുന്നുണ്ട്. എനിക്ക് പറയാൻ അവസരം തരുമോന്നും എനിക്കറിയത്തില്ല. കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം അമ്മയിലെ എലക്ട് ചെയ്ത ഒരു ട്രഷറർ പുറത്ത് നിൽക്കേണ്ടി വരുന്നു അകാരണമായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല കത്തുകളും ഇമെയിലുകളും അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ കൊടുക്കാം, എൻ്റെ വാട്സപ്പ് ചാറ്റുകൾ കൊടുക്കാം, എൻ്റെ യൂബർ യാത്രകൾ കൊടുക്കാം, എൻ്റെ പോളിഗ്രാഫ് ടെസ്റ്റിന് പോലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളിലൂടെയും ഞാൻ അറിയിച്ചിട്ടും അത് ഒരു ചെറിയ വില പോലും കൽപ്പിക്കാതെ 12-ാം തീയതി, അതായത് മെയ് 12-ാം തീയതി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കൂടുകയും അതിൽ ഓൺലൈൻ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് പറയാണ്ടെന്ന് പറഞ്ഞത് കേൾക്കാതെ അവസാനം നെറ്റ്വർക്ക് പോയ സമയത്തേക്കും ഞാൻ തിരിച്ചു വരുമ്പോഴും മീഡിയയിലൂടെയാണ് ഞാൻ കാണുന്നത് ഉണ്ണി ശിവപാലിനെ അവർ തൽക്കാലത്തേക്ക് ലീവിന് പറഞ്ഞയച്ചു. ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്?
അമ്മയുടെ ഏത് ഖണ്ഡികയിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അധികാരമുള്ളത്? കാരണം എന്നെ കേൾക്കാതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ ഒരു സ്റ്റാഫ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എൻ്റെ മൊബൈൽ, എൻ്റെ വാട്സപ്പ് ചാറ്റ്, എൻ്റെ യൂബർ യാത്രകൾ, അതുകൂടാതെ പോളിഗ്രാഫ് ടെസ്റ്റ് പോലെ ഞാൻ തയ്യാറാണ്. അതൊരു വിദഗ്ധ കമ്മിറ്റിയിലൂടെ, ഈ കമ്മിറ്റിയിലെ എത്ര എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ തയ്യാറാവും. പിന്നെ ഇന്ന് പല യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഹാഷ്ടാഗ് ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത് അൻസിബ ഹസൻ ധീരയായ വനിത എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ അൻസിബ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അൻസിബക്ക് എന്താണ് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. 32 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മയിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടന്ന് കണ്ടതും ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വിശദമായി മെമ്പേഴ്സിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതും ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും അവരവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു കൃത്യതയുള്ള ജനറൽ ബോഡിയായിരുന്നു ഇന്ന് നടന്നത്. കഴിഞ്ഞ ഭരണസമിതിക്ക് കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ഈ ജനറൽ ബോഡിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരുപാട് തവണ ആ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് 45 ദിവസം തരാമോ, ഒരവസരം കൂടെ തരാമോ എന്നൊക്കെ. എന്ത് ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അത്. പക്ഷെ ആ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ജനറൽ ബോഡിയിൽ വിലപ്പോയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. വരവ് ചെലവ് കണക്കുകളുടെ കൃത്യത കുറവ് തന്നെയാണ് ആദ്യമായിട്ട് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ നീന കുറുപ്പ് ചേച്ചിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഞാൻ ഉന്നയിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ജനറൽ ബോഡിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് അവസരം കിട്ടിയത്. ആ അവസരം തന്നെ ചോദിച്ച് വാങ്ങിച്ചതാണ്. അത് അമ്മയിലെ ഓരോ മെമ്പേഴ്സിനോടും ഞാൻ നന്ദി പറയുകയാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന്. കാരണം ഉച്ചവരെ എനിക്ക് അങ്ങനെ ഒരു അവസരം തരാൻ തയ്യാറായിരുന്നില്ല ഈ കമ്മിറ്റിയല്ല, ഇതുവരെ ഉണ്ടായിരുന്ന കമ്മിറ്റി. പക്ഷേ ഇവിടെയുള്ള ഓരോ വ്യക്തിയും എൻ്റെ കൂടെ നിന്നു. എനിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള അവസരം അവരുണ്ടാക്കി തന്നു. ഞാൻ സംസാരിക്കുകയും ചെയ്തു. എന്തെല്ലാം കാര്യങ്ങളാണോ ഞാൻ മുന്നേ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞിരുന്നത്, അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു എനിക്ക് അമ്മയിലും പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വരവ് ചെലവ് കണക്കുകളുടെ കാര്യത്തിൽ കൃത്യത കുറവ് ഞാൻ ആദ്യം മുതലേ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളും കൃത്യമായി ഏതൊക്കെ വിഷയങ്ങളിലാണ് ആരൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ അമ്മയിലെ ഇന്നത്തെ ജനറൽ ബോഡിയിൽ ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പറയാൻ പറ്റിയതിലുള്ളൊരു സമാധാനമുണ്ട് എനിക്ക്. ഉറപ്പായിട്ടും. കാരണം നമുക്കറിയാം, ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലേ. ആ ഒരുപാട് പ്രൊസീജിയേഴ്സ് തരണം ചെയ്ത് വേണം ആ നീതി എനിക്ക് ലഭിക്കാൻ. ആ നീതിക്കായി ഇനിയും ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാൻ അതിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് ചലിക്കില്ല. പക്ഷെ ഇന്നിവിടെ നടന്നത് ചരിത്രപരമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു. ഒരുപാട് അൻസിബ ഹസൻ പറയുന്നത് 32 വർഷങ്ങൾക്ക് ശേഷം ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനങ്ങളായിരുന്നു ഇന്ന് നടന്നത് എന്നാണ് അൻസിബ ഹസൻ പറയുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഇതിനകത്ത് അൻസിബ ഹസൻ ഉന്നയിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അവിടെ ഉണ്ടായില്ല, അഥവാ വരവ് ചെലവുകൾ, ഇതിന്റെ ഒരു വ്യക്തമായ ഒരു ബാലൻസ് ഷീറ്റ് ഇവർക്കില്ല. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ നമുക്ക് അടുത്തായിട്ട് നീന കുറുപ്പിന് എന്താണ് പറയാനുള്ളത് ജസ്റ്റ് കണ്ടു നോക്കാം. എനിക്ക് എന്താണെങ്കിലും സന്തോഷായി. കാരണം ഇപ്പോഴാണ് സത്യത്തിൽ എനിക്ക് പുറത്താക്കേണ്ടതായിരുന്നു. പക്ഷേ എല്ലാം ബാക്കി അതിനെക്കാട്ടി ഇമ്പോർട്ടന്റ് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാൻ ഉണ്ടായത് കൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. പക്ഷേ ബുദ്ധി ഉപയോഗിച്ച് അവൾക്ക് തന്നെ മനസ്സിലായി എന്തായിരിക്കും അവൾക്ക് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ്. അതുകൊണ്ട് അവൾ രാജിവെച്ചു. എനിക്ക് നിങ്ങളൊക്കെ തന്നെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഇത്രയ്ക്ക്, നിങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ വിധത്തില്. ഓക്കെ, എനിക്ക് ആ പേര് പോലും പറയാൻ ഇഷ്ടമല്ല. എനിക്ക് അത്രയ്ക്ക് ട്രോമ ഉണ്ടാക്കിയ ലേഡിയാണ് അവര്. ഞാൻ 39 years ആയി ഈ ഇൻഡസ്ട്രിയില്. നിങ്ങൾ ആരെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് എഴുതാൻ നിങ്ങൾക്കൊരു അവസരം ഞാൻ തന്നിട്ടുണ്ടോ? ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടാണ് എന്നെ കുറിച്ച് പറഞ്ഞത്. അതിനകത്ത് പൈസ തരാൻ രാജി അർഹിച്ചതാണെന്നാണോ പറയുന്നത്? അവരർഹിച്ചതാണോ? രാജിയല്ല, ആക്ച്വലി അർഹിക്കുന്നത് പുറത്താക്കാനാണ്. കാരണം അങ്ങനെ പറയാൻ പാടില്ല ഒരാളെയും കുറിച്ച്. നമുക്കിവിടെ നമ്മൾ അത് സംസാരിച്ചുകൊണ്ട് സ്ത്രീ തന്നെ സ്ത്രീയെ കുറിച്ച് ഇത്രയും എന്താ പറയുന്നത്, വളരെ നിന്ദമായ വാക്കുകളാണ് പറഞ്ഞത്. ഒരിക്കലും ഒരു സ്ത്രീയുടെ വായിന്ന് പറയാത്ത വാക്കുകളാണ്. ഈ ചേച്ചി ഒരു സ്ത്രീയാണ്, അവരൊരു സ്ത്രീയാണ്. ഇത്രയേ ഉള്ളൂ.
ചേച്ചി പറഞ്ഞു ഇത്ര ഇങ്ങനെയൊന്നും സ്ട്രോങ് ആയിട്ട് പറയുന്ന വ്യക്തിയല്ല, പക്ഷെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാൻ ചേച്ചി ഭയങ്കര പാനിക് ആയിപ്പോയി. അപ്പൊ എന്താണ് നീന കുറുപ്പിനെ കുറിച്ച് പറഞ്ഞത് എന്ന് നമുക്കറിയില്ല. അത് നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഇതാണ് നീന കുറുപ്പിന് പറയാനുള്ളത്. നീന കുറുപ്പിനെ കുറിച്ചിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ട് ഒരാള്. അപ്പൊ അത് എന്താണ് പറഞ്ഞത്, അങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പൊ അത് കൂടുതലായിട്ട് അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. അടുത്തായിട്ട് നമുക്ക് അമ്മ അസോസിയേഷനിൽ നിന്ന് രാജിവെച്ച് പോയിട്ടുള്ള ഒരാളുടെ പേരാണ് ശ്വേത മേനോൻ. ഇത് ഭയങ്കരമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ശ്വേത മേനോന്റെ റീൽസ്, അതുപോലെ തന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ശ്വേത മേനോൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേത മേനൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു, പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ഒരു ആദ്യമേ ഒരു എന്താ പറയാ എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. അപ്പോൾ എനിക്കൊരു വ്യക്തിത്വമുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും. യെസ്, നമ്മളുടെ സമിതിയിൽ ഒരു ട്രഷറർ ഒരു അബ്സ്കോണ്ടർ ആയിരുന്നു. ഹി റാൻ അവേ ഓൺ 1st of May. 1-ാം തീയതി നമ്മളുടെ അമ്മ സംഘടനയുടെ സ്റ്റാഫ് റിസൈൻ ചെയ്ത് പുറത്താക്കിയപ്പെട്ടപ്പോൾ ലേബറിലും പോലീസിലും കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഒരു മെയിലും കൊടുക്കാതെ, ഒരു അറിവുമില്ലാതെ, കമ്മിറ്റി ഒന്നും അറിയാതെ ഇവര് റിസൈൻ ചെയ്ത് മൂപ്പര് ഓടിപ്പോയി തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോ ഒരുപാട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വീണ്ടും ഞാൻ പറയാണ്, സെപ്റ്റംബർ 1-ാം തീയതി തൊട്ടുള്ള നമ്മൾ വന്നേല കമ്മിറ്റീന്റെ എല്ലാം കണക്ക് കറക്റ്റാണ്. അതിന്റെ മുമ്പേ ബാബുരാജേട്ടൻ ചെയ്ത കമ്മിറ്റീന്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അത് ഇന്ന് വരെ ഞാൻ അമ്മ സംഘടനയുടെ കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഓൺലി ബിക്കോസ് അത് നമ്മളുടെ ഒരു ചെറിയ സംഘടനയാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഒരു റിലീഫ് എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ അമ്മ മെമ്പർ അല്ല. ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തുറന്ന് പറയാനുള്ള ഒരു അമ്മ രാജിവെച്ചു. അംഗത്വം കുറ്റാരോപിതരായ എല്ലാ ആൾക്കാരും, ബാക്കി പേരുകൾ അത് അടുത്ത പ്രാവശ്യം ഞാൻ ഗൂഢാലോചന അതിന്റെ ഒരു കെണിയായിട്ട് തന്നെയാണ് കുറെ ഇവിടെ ഉള്ള വനിതാ നേതൃത്വത്തിൽ ആകെ അവിശ്വാസത്തിലാണോ? അല്ല, വനിതാ നേതൃത്വത്തിൽ ഇതില് വനിതയല്ല, ഇതില് പാവകളായില്ലെങ്കിൽ ആ സ്ഥാപനം ഓടിക്കാൻ പറ്റില്ല. പാവ ആവാൻ ഞാൻ റെഡിയല്ല. ശ്വേത മേനോൻ പറയുന്നത് ഇതിൽ പാവകളായില്ലെങ്കിൽ ആ സ്ഥാപനം റൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ശ്വേത മേനോന് പാവയാകാൻ സാധിക്കില്ല. അതുകൊണ്ട് ശ്വേത മേനോൻ അമ്മ എന്ന് പറയുന്ന അസോസിയേഷനിൽ നിന്ന് ശ്വേത മേനോന്റെ മെമ്പർഷിപ്പ് റെസിഗ്നേഷൻ ചെയ്തു. ഇനി നമുക്ക് അടുത്തായിട്ട് ബാബുരാജിന് എന്താണ് പറയാനുള്ളത് ജസ്റ്റ് കേട്ട് നോക്കാം. 67 ലക്ഷം രൂപയുടെ കണക്ക് എനിക്ക് തെറ്റി അയച്ചു. ആ 67 ലക്ഷം രൂപയുടെ കണക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കുടുംബസംഗമം നടത്തി 67 ലക്ഷം രൂപയുടെ ഞാൻ വേണ്ടി ഇതിനകത്ത് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് പ്രശ്നം. മനസ്സിലായ? അപ്പൊ സ്ത്രീകളുടെ കാർഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ശരി. അതെ, 67 ലക്ഷം രൂപയുടെ കണക്ക് കിട്ടിയിട്ടില്ല. ഇത് ചാർട്ട് അക്കൗണ്ടിന് അവരൊക്കെ അയച്ചിട്ട് ദൈവത്തിന്റെ ശക്തി കൊണ്ട് എനിക്ക് വന്നതാണ്. ഇവര് തന്നെ തെറ്റി എനിക്ക് അയച്ചു തന്നതാണ്. ശരിക്കും ഇത് ഒരു വിജിലൻസ് കേസിലേക്ക് പോകേണ്ട കാര്യമാണോ? അല്ല, ഇപ്പൊ തൽക്കാലം എന്തായാലും നമുക്ക് ഇപ്പൊ ചാർജ് എടുത്തിരിക്കുന്ന ആൾക്കാർ നല്ല വിശ്വാസമാണ്, കാര്യങ്ങൾ ഏബിളായിട്ട് നടത്താൻ കഴിവുള്ളവരാണ്. നമുക്ക് നോക്കാം. അല്ല, അതൊന്നും ഞാൻ പറയാൻ ആളല്ല. അതൊക്കെ പുതിയ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ അൻസിബയ്ക്കെതിരെ വലിയൊരു വർഗീയ കാർഡ് ഇറക്കിയായിരുന്നു ഇത്രനാളും. അങ്ങനെ ഒരു പരാമർശം വന്നിരുന്നു. അതൊക്കെ തീർത്തും അങ്ങനെയൊക്കെ ഒരു പരാമർശം വന്നൊരു ഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ. അൻസിബ അത്തരത്തിലുള്ള ഒരു പരാതി പോലും അല്ല, അതിപ്പോ എല്ലാവരും അവിടെ ആ കുട്ടിയുടെ കൂടെ ആയിരുന്നല്ലോ സംസാരിച്ചപ്പോൾ. അപ്പൊ നമുക്കത് അവിടെ കണ്ടാലറിയാം കാര്യങ്ങൾ. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനങ്ങളല്ലേ. അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഹൻലാലിലേക്ക് ഒരു നിലപാട് എന്തായിരുന്നു? അല്ല, ലാലേട്ടൻ പറഞ്ഞല്ലോ ജനറൽ ബോഡി എന്ത് തീരുമാനിക്കുന്നു അതിന്റെ കൂടെ ഞാൻ നിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലല്ല, അതിനേക്കാളും മോശമായില്ല. അതിനു മുമ്പ് ശ്വേത ഇരുന്നപ്പോൾ ഇത്രയും പെൺകുട്ടികളുടെ പ്രശ്നം വന്നത്. നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത് നാറ്റിക്കായിരുന്നില്ലേ?
അല്ല അത് ശ്വേതയുടെ തീരുമാനം. അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ശ്വേത ചിലപ്പോ അത് പുനഃപരിശോധിക്കായിരിക്കും, തിരുത്തുമായിരിക്കും. കുറ്റാവിതർ ആരും ഇല്ലല്ലോ ഇപ്പൊ സുഹൃത്ത്. എനിക്ക് നാളെ നിങ്ങൾക്കെതിരെ വേണമെങ്കിൽ ഒരു കുറ്റം ആരോപിക്കാം. ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞൂടെ? അതെല്ലാം പക്ഷെ ഇപ്പൊ സംഘടന നന്നായിട്ട് പോകണം, അത്രമാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ നിന്നും കൈനീട്ടം കിട്ടുന്ന കണ്ടമാനം ആൾക്കാരുണ്ട്. ഐ മീൻ ഇതുകൊണ്ട് സഹായം കിട്ടുന്ന കണ്ടമാനം ആൾക്കാരുണ്ട്. അപ്പോൾ അത് അവർക്ക് ഒരു ഇതും വരരുത്. കാരണം ഇതിനകത്ത് കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാതെ ഇത് ഇന്നലെ അങ്ങോട്ട് കയറി വന്നിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം കണക്കുകളൊന്നും കണ്ട സഹിക്കില്ല. എനിക്കെതിരെ എന്തും പറഞ്ഞോട്ടെ, എനിക്കെതിരെ ഇപ്പോൾ ആരോപണം. ഈ ശ്വേത തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരാൾ കേസ് കൊണ്ടു കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത്? ബാബുരാജാണ് അതിന്റെ പറയുന്നത് പറഞ്ഞു. നിങ്ങൾ തന്നെയല്ലേ എന്നോട് ചോദിച്ചേ? എന്നിട്ട് എന്താ അതിന്റെ പുറകെ പോകാഞ്ഞ്? ഇപ്പൊ പറയുന്നത് ശ്വേത തന്നെയാണ് അതിന്റെ പുറകിൽ എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അതൊന്നും വില പോവില്ല. ഇതിൽ ബാബുരാജ് പറയുന്നത് 67 ലക്ഷം രൂപയുടെ കണക്ക് ബാബുരാജിന് റോങ് ആയിട്ടായി. അതിന്റെ കണക്ക് ഇവിടെ കിട്ടിയിട്ടില്ല അസോസിയേഷന്. അതിന്റെ പ്രൂഫും കാര്യങ്ങളെല്ലാം ബാബുരാജ് മൊബൈലിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടിന് അയച്ചു കൊടുത്തത് എന്തോ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ബാബുരാജിന് വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ബാബുരാജ് മൊബൈലിനകത്ത് അത് കാണിച്ചു കൊടുക്കുന്നത് മാധ്യമങ്ങൾക്ക്. അടുത്തതായിട്ട് ജഗദീഷിന് എന്താണ് സംസാരിക്കാനുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അമ്മയുടെ ജനറൽ ബോഡി ഇന്ന് ഭംഗിയായി കഴിഞ്ഞു. നിങ്ങൾ തന്നെ കുറച്ച് തീരുമാനങ്ങൾ ഇതിനകം അറിഞ്ഞിരിക്കും. എന്തായാലും പഴയ ഭരണസമിതി അവർ രാജിവെച്ചു. അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഒരു വർഷം കൊണ്ട് തന്നെ അമ്മയുടെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടിയൊക്കെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സംഘടനാപരമായിട്ടുള്ള ചില പാളിച്ചകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് പരിചയക്കുറവുണ്ടായിരിക്കാം. അതിൽ അംഗങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. മാത്രമല്ല ട്രഷറർ കുറച്ച് നാൾ മാറി നിൽക്കേണ്ടി വന്നതിൻ്റെ പേരിൽ അക്കൗണ്ട്സ് പ്രോപ്പറായി ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അക്കൗണ്ട്സ് നേരത്തെ എത്തിക്കണം എന്നുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് പാലിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അക്കൗണ്ട്സ് പ്രോപ്പറായി പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ബോഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അക്കൗണ്ട്സിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷനോ തിരിമറിയോ ഒന്നും പറയുന്നില്ല. പക്ഷേ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ ഒരു പാളിച്ചയായിട്ട് തന്നെ വന്നു. പിന്നെ സംഘടനാപരമായി അംഗങ്ങൾ തമ്മിലുള്ള ചില വാക്ക് തർക്കങ്ങൾ അത് മീഡിയയുടെ മുന്നിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മീഡിയയുടെ മുന്നിൽ അവതരിപ്പിച്ചു. പൊതുസമൂഹത്തിൽ പൊതുജനങ്ങളുടെ മധ്യത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഇമേജ് ചില അംഗങ്ങൾ കാരണം അമ്മയ്ക്കുണ്ടായി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിലൊക്കെ അംഗങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ അവിശ്വാസ പ്രമേയം ഒക്കെ പ്രസന്റ് ചെയ്തിരുന്നു. അതിനു മുമ്പ് അതിന് അനുമതി തേടിയിരുന്നു. പക്ഷേ അത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അംഗങ്ങളുടെ വികാരം മനസ്സിലാക്കി കഴിഞ്ഞ ഭരണസമിതി രാജിവെച്ച് ഒഴിഞ്ഞു എന്നുള്ള. ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് സംഘടനാപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ കമ്മിറ്റിക്ക്. പിന്നെ ബാബുരാജ് പറയുന്നത് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് ജനറൽ ബോഡിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അഡ്ഹോക് കമ്മിറ്റി തൽക്കാലത്തേക്ക് എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് രമേശ് പിഷാരടി, അദ്ദേഹമാണ് കൺവീനർ. ദെൻ ഇതിൽ 9 മെമ്പേഴ്സിനെയാണ് നമ്മൾ അംഗങ്ങളുടെ നിർദ്ദേശാനുസരണം നമ്മൾ എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ അംഗം KB ഗണേഷ് കുമാർ, ദെൻ സുരേഷ് കൃഷ്ണൻ, ദെൻ സാദിഖ്, ദെൻ ഡോക്ടർ റോണി, ദെൻ കൃഷ്ണപ്രഭ, ദെൻ ആശ അരവിന്ദ്, ഷാജോൺ കലാഭവൻ, ദേവി ചന്ദന. 9 പേരാണ് ഈ അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന് നടത്തണം എന്നുള്ളത് ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിട്ടു. അത് അഡ്ഹോക് കമ്മിറ്റി തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം അഡ്ഹോക് കമ്മിറ്റി ഏറ്റെടുത്തു. ഇതിൻ്റെ കൺവീനറായിട്ട് രമേശ് പിഷാരടിയാണ്. അദ്ദേഹം സമ്മതിച്ചത് വലിയൊരു നല്ല കാര്യമായിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഈ അഡ്ഹോക് കമ്മിറ്റി തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അമ്മയുടെ കെട്ടുറപ്പിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിലുള്ള സജീവമായ ചർച്ചകളുണ്ടായിരുന്നു. ഇരുപക്ഷത്തും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കഴിഞ്ഞ ഭരണസമിതിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞവർ ഒരുപാട് പേരുണ്ടായിരുന്നു, നെഗറ്റീവായിട്ട് പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ചില ലാപ്സസ് കാരണം, ചില മിസ്റ്റേക്സ് കാരണമാണ് ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നത് അംഗങ്ങൾക്ക്. ആ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നതിന് മുമ്പ് തന്നെ
അംഗങ്ങളുടെ വികാരം മനസ്സിലാക്കി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞകാല ഭരണസമിതി രാജിവെച്ച് ഒഴിയുകയാണ് ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞകാലം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞകാല ഭരണസമിതി ഇവിടെ സ്ത്രീകൾക്ക് വേണ്ട പ്രാതിനിധ്യമുള്ള ഒരു സമിതിയായിരുന്നു. ഇത് ആ സ്ത്രീകൾ എന്ന നിലയ്ക്കുള്ള അവരുടെ ഒരു രീതിയിലുമുള്ള പരാജയം ഉണ്ടായിട്ടില്ല. സ്ത്രീകളുടെ വിജയം തന്നെയാണ്. അവരുടെ വ്യക്തിപരമായി അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ക്രിസ്മസിന്റെ ആയിക്കോട്ടെ, ഓണത്തിന്റെ ആയിക്കോട്ടെ, ആ സമയത്തൊക്കെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയുള്ള കിറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് വിതരണം ചെയ്തു. മെഡിക്കൽ ആ സഹായമൊക്കെ തന്നെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ നല്ല സ്പോൺസേഴ്സിനെ സംഘടിപ്പിച്ച് അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ലാപ്സും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ ബാബുരാജ് പറയുന്നത് ഒരു അഡ്ഹോക് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ കൺവീനർ ആയിട്ട് രമേശ് പിഷാരടിയെ തെരഞ്ഞെടുത്തു. അപ്പൊ അഡ്ഹോക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ രൂപീകരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് നമ്മൾ അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ അഡ്ഹോക് കമ്മിറ്റി ആയിരിക്കും അതിന്റെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ ഇനി തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് അമ്മയിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് മാല പാർവതി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അമ്മയിൽ സംഭവിച്ചത് അവര് ഒരു കൃത്യനിർവഹണത്തിൽ വന്നിട്ടുള്ള വീഴ്ച. അതായത് ആണായാലും പെണ്ണായാലും നമ്മൾ കയറുമ്പോൾ അവിടെ ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യണമല്ലോ. അതല്ലേ, അതൊരു ചലഞ്ചും കൂടെ ആയിരുന്നു. സ്ത്രീകളായിരിക്കുമ്പോൾ കൂടുതൽ കൃത്യമായി നന്നായി ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് അമ്മയുടെ ബൈലോ പ്രകാരം തന്നെ നമ്മൾ റിപ്പോർട്ട് അവതരിപ്പിക്കുക, കണക്ക് അവതരിപ്പിക്കുക, ഇത് അംഗീകരിക്കണം ജനറൽ ബോഡി. അവിടെ വെച്ചിരുന്ന കണക്കും കാര്യവും ആൾക്കാർക്ക് അംഗീകരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ച നീങ്ങവേ കുറച്ച് സമയം കൂടെ തരണമെന്ന് ശ്വേത ആവശ്യപ്പെടുകയും അത് ഗണേഷ് കുമാർ സർ വന്ന് സപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹം പറഞ്ഞു ഇല്ല, അവർ സ്ത്രീകളാണ്, അവർക്ക് അങ്ങനെ പരിചയക്കുറവാണ്, അവർക്ക് അനുവാദം കൊടുക്കണം, അവർക്ക് സമയം കൊടുക്കണം എന്നൊക്കെ വളരെ ശക്തമായി വാദിച്ചു. അങ്ങനെയുള്ള ചർച്ചകൾ പുരോഗമിക്കവെയാണ് അൻസിബ വന്ന് അൻസിബയുടെ വിഷയങ്ങൾ പറഞ്ഞത്. ഭരണസമിതിയിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി സംസാരിച്ചു, സ്പഷ്ടമായി സംസാരിച്ചു, ആർജവത്തോടെ സംസാരിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ ഈ അമ്മയുടെ അംഗങ്ങൾ രണ്ടു പക്ഷത്തായിരുന്നവർ എന്ന് വേണം പറയാൻ. ഒരുപാട് ആൾക്കാർ ശ്വേത തുടരണം, 1-2 പേര് പോയാൽ മതി, അല്ലെങ്കിൽ പറഞ്ഞാൽ ലക്ഷ്മിപ്രിയ, കുക്കു പരമേശ്വരൻ എന്ന് അവർക്ക് നടപടി ഉണ്ടായാൽ മതി, ഉണ്ണീഷ് ശിവപാൽ നടപടി ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ ഒരു വലിയ സംഘം പോലും മിണ്ടാതെയാവുകയും അവരാരും ഈ റിപ്പോർട്ടും ഈ കണക്കും അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തില്ല. സ്ത്രീകൾ നേതൃത്വം കൊടുത്തൊരു സംഘടന വന്നതിന് പിന്നാലെ സ്ത്രീകളുടെ പരാതികളാണ് ഏറ്റവും കൂടുതൽ ഉയർന്നത്. അതിനൊരു ഉത്തരം ഉണ്ടായില്ല എന്ന തരത്തിലുള്ള ഒരു ആരോപണം കൂടിയുണ്ട്. സത്യമാണ്? അത് തന്നെയാണ്. ഈ അമ്മയിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളാണെന്നേ. അവർ വളരെ കൃത്യമായി ശ്വേതയെ കേൾക്കണം, ശ്വേതയുടെ വശം കേൾക്കണം, കുക്കുവിൻ്റെ വശം കേൾക്കണം, എല്ലാവരുടെ വശവും കേൾക്കണമെന്ന് പറഞ്ഞു. അവരാരും അങ്ങനെ നീതിപൂർവ്വ തീരുമാനം എടുക്കുന്ന ആൾക്കാരല്ല. അവരെല്ലാം വളരെ കൃത്യമായി കേൾക്കുകയും അവരുടെ തീരുമാനമായിരുന്നു. അവസാനം അൻസിബ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരക്ഷരം ആർക്കും പറയാൻ വയ്യാത്ത തരത്തിൽ എല്ലാവരുടെയും സംശയം ദൂരീകരിക്കുന്ന തരത്തിൽ ആ കുട്ടി വളരെ വ്യക്തമായി സംസാരിച്ച് ആ കയ്യടി നേടി. ഇനി പുതിയ ഭരണസമിതി വരണം, അതിൽ ആര് നയിക്കണം, അല്ലെങ്കിൽ അങ്ങനെ മാലപാർവതിയുടെ ഒരു അഭിപ്രായം എന്താ? എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം അൻസിബ വരണമെന്ന്. അൻസിബ അതുപോലുള്ള പിള്ളേർ വരണം, വാക്കുകൾ വരണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ധ്യാനും ആസിഫലിയും ചാക്കോച്ചനും ഒക്കെ വരണം. അവരുടെ കാലമാണ് വരുന്നത്. നോക്കൂ, അമ്മ എന്ന് പറയുന്ന താരസംഘടനയാണ്. ഇന്ന് സമൂഹത്തിൽ ആൾക്കാർ ആരെ നോക്കിയാണോ കൈയടിക്കുന്നത്, ആരെ കാണാനാണോ അവർ തിയേറ്ററിൽ വരുന്നത്, ആരെ കാണുമ്പോഴാണോ ഇവർക്ക് സന്തോഷമുണ്ടാവുന്നത്, അവരാണ് താരസംഘടനയുടെ തലപ്പത്തിരിക്കേണ്ടത്. അപ്പോൾ മാലാപാർവതി പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, യുവാക്കൾ ഇതിന്റെ തലപ്പത്തോട്ട് വരണം. ആസിഫ് അലി, കുഞ്ചാക്കോ, അതുപോലെ തന്നെ ധ്യാൻ, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇതിലോട്ട് വരണം, യുവാക്കൾ വരണം എന്നാണ് മാലാപാർവതി പറഞ്ഞത്. അതുപോലെ തന്നെ മാലാപാർവതിയോട് ആരാണ് പ്രസിഡന്റ് ആവേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് മാലാപാർവതി പറയുന്നുണ്ട് അൻസിബ ആവണമെന്ന്. അൻസിബ വളരെ ആർജവത്തോടു കൂടിയും അതുപോലെ തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അവിടെ പ്രസന്റ് ചെയ്തത് ഓരോ കാര്യങ്ങൾ എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അൻസിബക്ക് നല്ല കയ്യടി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അടുത്തായിട്ട് ടിനി ടോമിന് എന്താണ് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. എന്താണ് രാജിവെച്ച് പുറത്തേക്ക് പോവാണ്? അല്ല പോട്ടെ. ഇവിടെ
സംഘടനയിൽ നിന്ന് രാജിവെച്ച് പോകുന്ന ടിനി ടോമിനോട് എന്താണ് പറയാനുള്ളത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് ടിനി ടോം പറയുന്നത് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ടിനി ടോമിന്റെ മടക്കം. അപ്പൊ ഗൈസ്, ഇതാണ് അമ്മയിൽ നടന്നിട്ടുള്ള ഏതാനും കുറച്ച് ക്ലിപ്പുകൾ. അമ്മ അസോസിയേഷനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും അറിയാനും വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.